നമസ്കാരം, ഞാൻ രവിജിത്താണ്. ഇന്നൊരു ചെറിയൊരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് നൽകാൻ വന്നതാണ് ഞാൻ. അതായത് കുറേ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തുക എന്നുള്ളത്. എന്നോടും ഒരുപാട് പേര് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുക, എങ്ങനെയാണ് നന്നായി സംസാരിക്കുക, ഒരു സംസാരിക്കുമ്പോൾ ഒരു ഭയം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, എങ്ങനെയാണ് നന്നായി സംസാരിക്കുക. അപ്പോൾ അതിനുള്ള ചെറിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ചെറിയൊരു കാര്യം കേട്ടോ. അത് നിങ്ങൾക്ക് തരുന്നതിൽ എനിക്കൊരു മടിയില്ല. ഇന്ന് ഏതൊരു മേഖലയിലും എന്ത് തന്നെ ജോലിയായാലും സംസാരത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏത് മേഖലയിലും, ബിസിനസ്സിലായാലും എല്ലാ മേഖലയിലും. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ സംസാരിക്കുക, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇന്നൊരു കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. തുടർന്ന് ഉള്ള എപ്പിസോഡുകളിൽ സമയം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സ്മൈലി ഫേസോട് കൂടി ഇരിക്കുക എന്നാണ്. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്മൈലി ഫേസ് വേണം. അപ്പോൾ നമ്മൾക്കൊക്കെ നന്നായി ചിരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയത്താൽ ആണ് കൂടുതൽ ആൾക്കാരും സംസാരിക്കാത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവരെന്താണ് കരുതുക, ഓരോ മുൻവിധികളാണ്. ഞാൻ അയാളുടെ അടുത്ത് പോയി എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എന്താണ് കരുതുക, അയാൾ എനിക്ക് റിപ്ലൈ തരില്ലേ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ റിപ്ലൈ ചെയ്യാതെ കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണ് നമുക്ക്. നമ്മുടെ മുൻവിധികളൊന്നും, എല്ലാ മുൻവിധികളും പാടി ഒഴിവാക്കണം. നമ്മളെപ്പോഴും നല്ല സ്മൈലി ആയിട്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ സ്മൈലി ആയിട്ട് പോകുമ്പോൾ, ഒരു കല്യാണ ഫംഗ്ഷനാകട്ടെ, നമ്മൾ ആ പ്രോഗ്രാമിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്മൈലി ആയിട്ട്, ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു സ്മൈലി ആയിട്ട് പോവുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നന്നായി സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത് എന്താ പറയുക, എന്നെക്കാട്ടും കഴിവുള്ള ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടാവും. അതല്ല, ഞാനൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് നന്നായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. വളരെ ബേസിക്കായ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല സ്മൈലി ഫേസ് ഉണ്ടാവുക എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്മൈലി ഫേസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും അട്രാക്റ്റ് ചെയ്യും നമ്മളെപ്പോഴും അതായത് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും മറ്റുള്ളവർ കാണില്ല എന്ന്. നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്മൈലി ഫേസോട് കൂടിയിരിക്കുമ്പോൾ നമ്മളോട് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല സ്മൈലി ഫേസ് ആയിരിക്കുക. പിന്നെ മുൻവിധികൾ ഒഴിവാക്കുക. മുൻവിധികൾ അവരെന്ത് വിചാരിക്കും, എന്താണ്, ഞാൻ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുമോ, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ തന്നെ അനാവശ്യമായി ഉണ്ടാക്കുന്ന ഒരു ഭാവന, നമ്മൾ തന്നെ ഒരു വെറുതെ നമുക്ക് എത്തിക്കൊടുക്കുന്ന ഒരു ഭാവന, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഒരു മുൻവിധി. അത്തരം മുൻവിധികളെ പാടെ ഒഴിവാക്കണം. പിന്നെ നല്ല സ്മൈലി ഫേസോട് കൂടിയിട്ട് നമ്മൾ നടക്കുക. എവിടെ പോകുമ്പോഴും സ്മൈലി ഫേസ്, ഏതൊരു വ്യക്തിയോട് സംസാരിക്കണം സ്മൈലി ഫേസ് ചെയ്യുക. താങ്ക് യു. ഇന്ന് എത്രത്തോളം എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ചെറിയ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ ശ്രമിക്കുക, ആത്മാർത്ഥമായിട്ട് പകർത്താൻ ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഈ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.